എല്ലാവർക്കും അമ്മൂസ് ട്രാവൽ വ്ളോഗിൻ്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇത് ഞാൻ മൂകാംബികയിൽ പോയിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. അത് സന്ധ്യ നേരത്തെ കാഴ്ചകളായിരുന്നു. ഇത് ഞാൻ പിറ്റേന്ന് വളരെ നേരത്തെ തന്നെ അമ്പലത്തിലെത്തിയേക്കാണ്. 6 മണി ആയിട്ടില്ല, 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴും നല്ല തിരക്കാണ് അമ്പലത്തിൽ, നിറയെ ആളുകളുണ്ട്. അപ്പോൾ പ്രഭാതത്തിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണുക. ഇന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ആ അമ്പലത്തിൻ്റെ കാഴ്ചകളും കൂടി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതാണ്. അത് നമ്മളധികം പേരും അവിടേക്കൊന്നും പോകാറില്ല തോന്നുന്നു. അതിനെപ്പറ്റി ഞാൻ വീഡിയോ ഒക്കെ തപ്പി നോക്കിയപ്പോൾ അധികമൊന്നും കണ്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അധികം പേരൊന്നും അതിൽ വീഡിയോ ഇട്ടിട്ടില്ല തോന്നുന്നു. തേര് നല്ല ഭംഗിയുള്ള രഥം, ദേവിയുടെ പ്രതിമ പുറത്തുണ്ട്. അങ്ങനെ ഇവിടെ ഇപ്പോൾ തിരി തെളിക്കാൻ തുടങ്ങുകയാണ്. ദീപസ്തംഭം കാലത്ത് നേരത്തെ തെളിയിക്കും. പിന്നെ പ്രസാദം കൊണ്ടുപോകുന്ന ഇതാണ് ഈ കാണുന്നത്. കുറേ വലിയ പാത്രങ്ങൾ നിറയെ ഭഗവതിക്കുള്ള ദേവിക്കുള്ള നിവേദ്യമാണ്. നല്ല തിരക്കുണ്ട്, ഉണ്ടില്ലേ. വെളിച്ചാകുമ്പോഴേക്കും ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട്. ഇത് പുറത്തുള്ള സ്ഥലത്ത് അർച്ചന നടത്തുന്നതാണ് എല്ലാവരും ഒക്കെ എത്തിക്കുന്നത്. അങ്ങനെ എല്ലാ ഭാഗത്തും നല്ല തിരക്ക് തന്നെയാണ് ഇപ്പോഴും. ഇത് പടിഞ്ഞാറ് നടയിലാണ്. അതായത് രാപ്പകൽ വ്യത്യാസമില്ലാണ്ട് ദേവിനെ തൊഴാൻ ഇഷ്ടം പോലെ ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. വടക്കേ നടയിലെത്തിയിരിക്കുന്നു. വിളിച്ചാകുമ്പോഴേക്കും നല്ല തിരക്ക്. അകത്ത് പോയി തൊഴുതു വന്നതിന് ശേഷം വിദ്യാരംഭം കുറിക്കാൻ ധാരാളം ആൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനും വന്ന് നിൽക്കുകയാണ്. ഇവിടെ കുറേ കുട്ടികളെ വെച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ധാരാളം രക്ഷിതാക്കൾ ഉണ്ട്. വിദ്യാരംഭം കുറിക്കാൻ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. ദീപസ്തംഭമൊക്കെ തെളിയിച്ച് കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് നേരം കൂടി ആ സന്നിധിയിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. ഞങ്ങൾ പുറത്ത് കിടന്നപ്പോൾ ഞങ്ങളുടെ ചെരുപ്പ് കാണാണ്ടായി. നോക്കിയപ്പോൾ അവരത് ഷൂ റാക്കിൽ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ നിന്ന് 5 രൂപ 10 രൂപ ഒരു പേരിന് അവർ വാങ്ങിയത് അവർ ഒക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നു. ഞങ്ങളകത്തേക്ക് കിടക്കുമ്പോൾ തുറന്നിരുന്നില്ല. അമ്പലത്തിൻ്റെ പുറത്തുള്ള നടവഴിയാണ്. ഇവിടെയൊക്കെ തിരക്ക് വരുമ്പോൾ ഇവിടെ നിന്നിട്ട് തുടങ്ങും ക്യൂ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 8:30 ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് കുറേ ദൂരം യാത്ര ചെയ്യാനുണ്ട്. ഇന്ന് രാവിലെ മൂകാംബിക ദേവീനെ തൊഴുതു. ഇപ്പം ഞങ്ങളിതാ ഗോകർണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഗോകർണേശ്വരനെ കാണാൻ. അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അമ്മൂസ് ട്രാവൽ വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ രാത്രി വഴിക്ക് വരുമ്പോൾ ഈ ദൃശ്യങ്ങളൊന്നും പകർത്താൻ കഴിഞ്ഞില്ല. ഇതാണ് മൂകാംബിക ക്ഷേത്രത്തിലെ വഴി. ചുറ്റും ഇടതൂർന്ന കാടുകളാണ്. അപ്പോൾ പണ്ട് എത്ര ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ആളുകൾ ഇവിടേക്ക് വന്നിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി ഞാൻ. വളരെ മനോഹരമായ കാഴ്ചകൾ, മലനിരകളും കാടുകളും എല്ലാം ഇട്ട് നല്ല രസമുള്ള കാഴ്ചകളാണ്. വളവുകളും തിരിവുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
ബൈന്ദൂർ റൂട്ടിലേക്കൂടെയാണ് യാത്ര. ഇന്നലെ വന്ന വഴി തന്നെയാണിത്. പക്ഷേ ഇന്നലെ ഇതൊന്നും നമുക്ക് പാർക്കാൻ കഴിഞ്ഞില്ല. റോഡിൻ്റെ ഇരുവശത്തും ഈ ചെടികളിലെ തന്നെയുള്ളൂ, മരങ്ങളിലെ വൃക്ഷക്കൂട്ടങ്ങളിലെ തന്നെയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും കാണാനില്ല. നല്ല പ്രകൃതിരമണീയമായ അന്തരീക്ഷം. ഇപ്പം നല്ല പച്ച പിടിച്ച പാടശേഖരങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു ഹെലിപ്പാഡ് ഉണ്ട്. അവിടേക്കുള്ള വഴി കണ്ടു, ഇതാ കാണുന്നു. അല്ലാതെ ഹെലിപ്പാഡ് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല യാത്ര പോകുമ്പോൾ. പിന്നെ മൂകാസുരൻ്റെ കഥകളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി അതൊന്നും പറയുന്നില്ല. ഈ നദിയാണ് കേട്ടോ ശരാവതി നദി. ഈ നദിക്ക് ശരാവതി എന്നും പേരുണ്ട്. ശാരാവതി അല്ലെങ്കിൽ ശരാവതി. കർണാടകയിലെ ശിവമോഗ്ഗ ജില്ലയിൽ നിന്നും ഉത്ഭവിച്ച് ഹൊനാവർ പട്ടണത്തിന് സമീപത്ത് വെച്ച് ഇത് അറബിക്കടലിൽ ചേരുന്നു. സമുദ്രതീരത്തു നിന്നും ഏകദേശം 50 കിലോമീറ്റർ അകലെ 275 മീറ്റർ ഉയരത്തിൽ നിന്നുമാണ് ഈ നദിയുടെ ഉത്ഭവം. 122 കിലോമീറ്റർ നീളമുള്ള ഈ നദിയുടെ ജലവൃഷ്ടി പ്രദേശത്തിന് 2200 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഈ നദിയിലാണ്. നദിയുടെ ജലഭാഗങ്ങളിലെ തുരുത്തുകൾ കണ്ട് പച്ചപ്പിടിച്ചിരിക്കുന്ന കരകൾ നന്നായിട്ട് നല്ല രസമുള്ളൊരു യാത്ര കേട്ടോ. നല്ല നീളമുണ്ട് പാലത്തിന്. ഇടയ്ക്കിടയ്ക്ക് തുരുത്തുകൾ പോലെ കണ്ട് മനോഹരമായൊരു കാഴ്ച. നല്ല രസമുണ്ട് ഇല്ലേ കാണാൻ. കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിലെ ഗോകർണത്തേക്കാണ് ഞങ്ങളുടെ യാത്ര. ഇവിടെയാണ് ഗോകർണേശ്വരൻ്റെ ക്ഷേത്രം. അത് കാണാനാണ് ഈ യാത്ര. അതാ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. നല്ല തിരക്കുണ്ട് അവിടെ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത തിരക്ക്. ശനിയാഴ്ച ആയതുകൊണ്ട് ശനീശ്വര സന്നിധിയിൽ വളരെയധികം തിരക്കുണ്ട്. പ്രാണലിംഗം എന്ന പേരിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അറിയപ്പെടുന്നത്. അതുപോലെ ഇത് ആത്മലിംഗമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ മഹാബലേശ്വരൻ പടിഞ്ഞാറ് ദർശനമായി അറബിക്കടലിന് അഭിമുഖമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരകാശി വാരാണസി എങ്കിൽ ഗോകർണം ദക്ഷിണകാശിയായി അറിയപ്പെടുന്നു. 108 ശിവാലയങ്ങളിലെ ഏറ്റവും വടക്കുള്ള ക്ഷേത്രമാണിത്. രാവണനാൽ പൂജിക്കപ്പെട്ടു എന്ന ഐതിഹ്യമുള്ള ഈ ക്ഷേത്രത്തിൽ സാധാരണഗതിയിൽ ഭക്തർ അറബിക്കടലിൽ കുളിച്ചതിന് ശേഷമാണ് ദർശനത്തിനെത്തുക. കർണാടകത്തിലെ 7 മുക്തിസ്ഥലങ്ങളിലെ ഒന്നാണ് ഗോകർണം. മറ്റ് 6 സ്ഥലങ്ങൾ ഉടുപ്പി, കൊല്ലൂർ, സുബ്രഹ്മണ്യ കുംഭസി, കോടേശ്വര, ശങ്കരനാരായണ എന്നിവയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം തുടങ്ങുമ്പോൾ രാമായണത്തിലേക്ക് എത്തിട്ടോ നമ്മൾ. വിശ്വസിൻ്റെയും കൈകസിയുടെയും പുത്രന്മാരായ രാവണനും കുംഭകർണനും വിഭീഷണനും തങ്ങളുടെ വരബലത്തിനായി ബ്രഹ്മാവിനെ തപസ് ചെയ്തത് ഇവിടെ ഗോകർണത്ത് വെച്ചാണെന്ന് പറയപ്പെടുന്നു. ശിവഭക്തിയായിരുന്ന കൈകസി വെച്ച് പൂജിച്ചിരുന്ന ശിവലിംഗം ദേവേന്ദ്രൻ എടുത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അമ്മ വിഷമിക്കുന്നത് കണ്ട മകൻ രാവണൻ കൈലാസത്തിൽ പോയി പരമശിവനെ തപസ് ചെയ്ത് തൻ്റെ ഓരോ തലയും ഈ 2 കൈകളും അഗ്നിയിൽ ഹോമിച്ച് 10ാമത്തെ തലയും വാളിനാൽ അഗ്നിയിൽ ഹോമിക്കാനൊരുങ്ങിയപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അമ്മയ്ക്ക് പൂജിക്കുവാൻ ഒരു ശിവലിംഗവും തനിക്ക് ഉമയേക്കാൾ മനോഹരിയായ ഒരു ഭാര്യയെയും രാവണൻ ആവശ്യപ്പെട്ടു. ഭക്തൻ്റെ പൂജയിൽ പ്രീതിതനായ ഭഗവാൻ രാവണന് തൻ്റെ ഹൃദയത്തിൽ നിന്നും ആത്മലിംഗം സമ്മാനിക്കുകയും ഉമയേക്കാൾ സുന്ദരി ലോകത്തിൽ ഇല്ലാത്തതിനാൽ ഉമയെ തന്നെയും രാവണന് കൊടുക്കുകയും ചെയ്തു അത്രേ. പക്ഷേ ദേവിയെയും ആത്മലിംഗത്തെയും ഭൂമിയിൽ വയ്ക്കരുത് എന്ന കൂട്ടത്തിൽ ഉപദേശിക്കുകയും ചെയ്തു. രാവണൻ ആത്മലിംഗത്തെ തലയിലും ദേവിയെ തോളിലുമായി ലങ്കയിലേക്ക് തിരിച്ചു. ദേവിക്കൊപ്പം ശിവഭൂതഗണങ്ങളും കൂടെ അനുഗമിച്ചിരുന്നു. ശ്രീ പരമേശ്വരൻ്റെ ആവശ്യാനുസരണം മഹാവിഷ്ണു
ഗോകർണത്ത് വെച്ച് ബ്രാഹ്മണ രൂപത്തിൽ രാവണനെ കാണുകയും തോളിൽ ഒരു സ്ത്രീയെ കൊണ്ടുപോകുന്നത് അന്വേഷിച്ചറിയുകയും ചെയ്തു. രാവണൻ കഥകൾ പറയുന്നത് കേട്ട് ബ്രാഹ്മണൻ ചിരിക്കാൻ തുടങ്ങി. ഇതാണോ സുന്ദരി എന്ന് ചോദിച്ച് രാവണൻ നോക്കുമ്പോൾ കരിനീല നിറത്തിൽ ഒരു ഭീകര രൂപമുള്ള സ്ത്രീയായാണ് ഉമാദേവിയെ കണ്ടത്. ദേവി അവിടെ ഉപേക്ഷിച്ച് ആത്മലിംഗവുമായി മുന്നോട്ട് പോകുമ്പോൾ ദേവേന്ദ്ര ഉപദേശത്താൽ ഗണപതി ബ്രാഹ്മണ രൂപത്തിൽ ഗോക്കുളം വെച്ചുകൊണ്ട് എതിരെ വന്നു. സന്ധ്യാവന്തന സമയമായതിനാൽ രാവണൻ ഗണപതിയുടെ കയ്യിൽ ആത്മലിംഗം നൽകി കടലിൽ ദേഹശുദ്ധി വരുത്താൻ പോയി. ഗണപതി ഈ ആത്മലിംഗം അവിടെ പ്രതിഷ്ഠിക്കുകയും പെട്ടെന്ന് അവിടെ നിന്ന് ഗോക്കളുമായി മറയുകയും ചെയ്തു. രാവണൻ തിരിച്ചു വരുമ്പോൾ അവസാനത്തെ പശുവും മറയുന്നത് കണ്ട് അതിൻ്റെ ചെവിയിൽ പിടിച്ചു വലിക്കുകയും ഒരു ചെവി മുറിഞ്ഞു പോരുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഗണപതി പ്രതിഷ്ഠിച്ച ആത്മലിംഗം ഇളക്കിയെടുക്കാൻ മഹാബലവാനായ രാവണന് സാധിച്ചില്ല. രാവണനും മഹാബലവാനാണിതെന്ന് മനസ്സിലാക്കി ഇവിടുത്തെ ദേവനെ മഹാബലേശ്വരൻ എന്ന് നാമകരണം നടത്തി രാവണൻ ലങ്കയിലേക്ക് തിരിച്ചുപോയി. രാവണൻ ഗോകർണത്ത് ഉപേക്ഷിച്ച ഉമാദേവി ഭദ്രകാളിയായും പശുവിൻ്റെ ചെവി ഗോകർണമായും ആത്മലിംഗം മഹാബലേശ്വരനായും അറിയപ്പെട്ടു. ക്യൂ തീരെ മുന്നോട്ട് നീങ്ങുന്നില്ല. അവസാനം 2.5 മണിക്കൂറിലധികം കാത്തുനിന്നതിന് ശേഷം ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. അതിനുശേഷം ഞങ്ങൾ കടപ്പുറത്തേക്ക് നടന്നു. വളരെ മനോഹരമായൊരു കടൽ തീരം. അമ്പലത്തിനോടനുബന്ധിച്ച ചില കാര്യങ്ങൾ ഇവിടെ കടപ്പുറത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെ ശിവവാഹനം നിൽക്കുന്നുണ്ട്, അതായത് ഋഷഭം, നന്ദികേശ്വരൻ്റെ പ്രതിമ. പിന്നെ കടൽപ്പുറത്ത് എല്ലാവരും നല്ല തിരക്കിൽ തന്നെയാണ്. കുറേ ആൾക്കാരുണ്ട് ഉച്ചവെയിലാണെങ്കിൽ. വലിയൊരു കൊടിമരം ഉണ്ട് അവിടെ. ഇവിടെ ഗോകർണേശ്വരത്ത് നിന്നാണ് കേട്ടോ. ഗോകർണത്ത് നിന്നാണ് പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം സൃഷ്ടിച്ചതെന്നാണ് ഐതിഹ്യം കേട്ടോ. ശ്രീ പരമശിവൻ നൽകിയ മഴു ഇവിടെ നിന്നാണ് തെക്കോട്ടേക്ക് എറിഞ്ഞതെന്ന് ആണ് ഐതിഹ്യം. വലിയൊരു ഹോട്ടലൊക്കെ കാണുന്നുണ്ട് കേട്ടോ അവിടെ. അവിടേക്ക് ഞങ്ങൾ നടന്നില്ല. ധാരാളം ആൾക്കാരുണ്ട്. തിരിച്ചുള്ള യാത്ര തുടങ്ങി. റോഡ് സൈഡിൽ നിന്ന് മത്സ്യം വിൽക്കുന്ന സ്ത്രീകളെ കാണാം. മത്സ്യം മാത്രമല്ല പല കാര്യങ്ങളും വിൽക്കുന്നുണ്ട്. പക്ഷെ അധികം മത്സ്യമാണ്. മത്സ്യവിഭവങ്ങളും ഉണ്ട് ധാരാളം. ഇനി മുഴുവൻ ഉപ്പുപാടങ്ങളാണ്. ഉപ്പുണ്ടാക്കുന്ന സ്ഥലങ്ങൾ കാണാം. ധാരാളം ഉപ്പുപാടങ്ങൾ കാണാം. ഉപ്പുപാടങ്ങൾ അവസാനിക്കുന്നേ ഇല്ല. അങ്ങനെ നീണ്ട് കിടക്കുകയാണ്. നീണ്ട് പരന്ന് കിടക്കുക. നല്ല തനി നാടൻ ഭംഗി കാണാൻ അല്ലേ. ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും കാണാനേ കിട്ടില്ല. എന്താ രസം ഓരോ സ്ഥലങ്ങൾ.
ഇവിടെയൊക്കെ പണ്ട് കേരളത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് തോന്നണേ. ഗോകർണം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നല്ല പറയണേ. ഗോകർണം മുതൽ കന്യാകുമാരി വരെയായിരുന്നു കേരളം എന്നല്ല പറയുന്നത്. സ്കൂൾ കുട്ടികളെ എടുക്കണ്ടേ? ഞാനിവിടെ ഗോകർണേശ്വര ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്. ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ്. നല്ല തിരക്കായിരുന്നു. 2 മണിക്കൂറോളം നിൽക്കേണ്ടി വന്നു. അപ്പം എല്ലാവരും നിർബന്ധമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക, പുരുഷന്മാർ ധോത്തി കൊണ്ടുവരാൻ മറക്കണ്ട. മുണ്ടുടുത്ത മാത്രമേ അകത്തേക്ക് കയറ്റുള്ളൂ. ഷർട്ടും ബനിയനും പാടില്ല. ഇതെല്ലാം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. മുണ്ടുടുത്തില്ലെങ്കിൽ അകത്തേക്ക് കയറ്റില്ല അവർ. പിന്നെ 1.5 മണിക്കൂർ 2 മണിക്കൂറോളം ക്യൂവിൽ നിന്ന് അവിടെ എത്തുമ്പോൾ തിരിച്ച് പോകുന്ന ഗതികേട് വരാതിരിക്കാൻ എല്ലാവരും ഒരു മുണ്ട് കയ്യിൽ കരുതുക. ഇതുപോലെയുള്ള കാഴ്ചകളുമായി ഇനിയും നിങ്ങൾക്ക് മുമ്പിലെത്തുന്നവരേക്കും നമസ്കാരം പറയുന്നു. സുസ്നേഹമുണ്ട്. അമ്മോ പ്രിയങ്കോങ്ങാട്ടി. ഇനി ഞങ്ങളുടെ യാത്ര മുരുടേശ്വരത്തേക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവരും സുഖമായിരിക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുസ്നേഹം ഇവിടെ പറയുന്നു. അമ്മു പ്രിയങ്കോങ്ങാട്ടി.